അമ്മു എന്താ മുത്തശ്ശി? ഒന്നുമില്ല, ഞാൻ എടീക്ക് ബീച്ച് വന്നപ്പോ മോളെ കണ്ടില്ല, അപ്പൊ വിളിച്ചതാ. ഞാൻ അമ്പലത്തിൽ പോയി വരും. അമ്പലത്തിൽ പോയതേന്നല്ലേ? ഞാനേ കൊറേ നോക്കി ബീച്ച് വന്നപ്പോ, അപ്പൊ മോളെ കണ്ടില്ല, അപ്പൊ ഞാൻ വിളിച്ചതാണ് എവിടെ വെച്ചിട്ട്. ശരി. മുത്തശ്ശി ചായ കുടിച്ചോ? ഇല്ല, കുടിക്കാൻ പോവാ. മോള് കുടിച്ചോ? ഇല്ല, കുടിച്ചിട്ടില്ല. നമുക്ക് രണ്ടാക്കും പോയി കുടിക്കാം. ശരി മോളെ, നമുക്ക് ഒപ്പം കുടിക്കാം. നടക്ക. അച്ഛമ്മ എന്ത് പറയാനാ? അച്ഛമ്മക്ക് ഇഷ്ടം തന്നെയല്ലേ ഉള്ളൂ ചേച്ചിന്റെ കല്യാണം നിർത്തി കാണാന്. അച്ഛമ്മയും കൊറേ പറഞ്ഞതന്നെയല്ലേ, ചേച്ചിക്കല്ലേ പോയി പഠിക്കണം, ജോലിയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു പോയത്. അച്ഛമ്മ സമ്മതിക്കും എനിക്ക് തോന്നണം. എന്തായാലും വരട്ടെ, നമുക്ക് ചോദിച്ചു നോക്കാം. ഇതേ അമ്മ വരുന്നു. അമ്മ വന്നോ? അവിടെ ഇരിക്കേ. ഇവള് പറഞ്ഞു നിങ്ങള് ബാത്റൂമിൽ പോയതാണെന്ന്. അതെ ഞാൻ പിന്നെ വിളിക്കാഞ്ഞത്, പോയി വന്നോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ മോളെ അനു വിളിച്ചില്ലല്ലോ? ഇന്നലെ വിളിച്ചിട്ടില്ല, മിഞ്ഞാന്ന് വിളിച്ചിട്ടില്ല. എന്ത് പറ്റി മോൾക്ക്? അമ്മ മിഞ്ഞാന്ന് അവള് വിളിച്ചിട്ടില്ല, അവൾക്ക് ജോലി തിരക്കായിട്ട് അവൾ അന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ അവള് വിളിച്ച, അപ്പൊ അമ്മ ഉറങ്ങിയിരുന്നു. അവള് ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അവൾക്ക് അവിടെ ഒരാളെ ഇഷ്ടമായിക്കണ, ആൾക്കും ഇഷ്ടമായിക്കണെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേക്കണേ? ഞാൻ എത്ര ആഗ്രഹിച്ചിക്കണ എന്റെ മോളെ അങ്ങനെയൊന്ന് പറയാൻ വേണ്ടിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷായി. മോൾക്കൊന്ന് വിളിക്കാൻ പറ്റുമോ? അവളോട് സംസാരിക്കണം. അമ്മ അവളിപ്പോ തിരക്കിലാവും, അവളിപ്പോ ഓഫീസിലാവും, ഇപ്പൊ ഫോൺ എടുക്കാൻ പറ്റൂല. അവള് രാത്രി ഒന്ന് വിളിക്കുമല്ലോ, അപ്പൊ ഞാൻ അമ്മക്ക് കൊണ്ടുവരാം. ഇന്നലെ അമ്മ വേഗം കിടന്ന് ഉറങ്ങി, തലവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ ഉറങ്ങിയല്ലോ, അപ്പൊ ഞാൻ വിളിക്കാഞ്ഞേ ചെയ്തത്. ആയിക്കോട്ടെ, നമുക്ക് രാത്രി വിളിക്കാം. പിന്നെ മോനൊക്കെ എങ്ങനെ? കള്ളും കഞ്ചാവൊന്നുമില്ലല്ലോ? നല്ല മോനല്ലേ? പിന്നെ നമ്മളാ മോളെ അവളെ എത്ര നല്ല പോലെ ഒരു കുറവും വരാതെ നോക്കിയതാണ്. എങ്ങനെ നോക്കി വെച്ചിട്ട് ഇവളെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവര് നോക്കാൻ വേണ്ടി എത്ര ജോലിക്ക്, എത്ര വീട്ടില് പണിയെടുക്കാൻ പോയിക്കണ്, അതൊക്കെ എനിക്കറിയാം. നിന്റെ 2 മക്കളിൽ ഒരാളെ നല്ലൊരു ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ എനിക്ക് ഇനി സമാധാനം കിട്ടൂല. പിന്നെ അമ്മ അവൾക്ക് ഈ കള്ളും കഞ്ചാവും, ഈ ബീഡിന്റെ ഒക്കെ മണം കേൾക്കുമ്പോ തന്നെ അവൾക്ക് ഇഷ്ടമല്ല. അവൾ അവിടെ നിന്ന് ഓടും. ഈ കടന്റെ അവിടെ ഒക്കെ നിൽക്കുമ്പോ ആൾക്കാർ വലിക്കുമ്പോൾ എന്നെ വിളിച്ചു കൊണ്ടല്ലാണ് ആ മണം സഹിക്കാതാകുമ്പോ. അവൾക്ക് അങ്ങനത്തേനൊന്നും അവള് തിരഞ്ഞെടുക്കൂല. അവൾ എടുക്കണെങ്കിൽ ഒക്കെ നോക്കി നല്ലൊരു മോനെ അവൻ തിരഞ്ഞെടുക്കുള്ളൂ. അവള് തിരഞ്ഞെടുത്തല്ലേ, അപ്പോൾ നല്ലതാവും, അത് ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. അത് ശരിയാണ്, മോള് തിരഞ്ഞെടുത്തല്ലേ, അപ്പൊ നല്ല ആളൊക്കെ തന്നെ ആവും. അപ്പോ അവര് വീട്ടിൽ നിന്നൊന്നും വിളിച്ചിട്ടില്ല ആരും? ഇല്ലമ്മ, അവള് നമ്പറൊന്നും തന്നിട്ടില്ല. ഇന്ന് രാത്രി ചോദിക്കാം അവളോട്. അതൊക്കെ അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിക്കാം, എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പൊ ചേച്ചിന്റെ കല്യാണമൊക്കെ ഇതാക്കുമ്പോ ചേച്ചി ഇങ്ങോട്ട് വരൂലേ? എല്ലാരും കൂടി ഇവിടെ വെച്ചിട്ടല്ലേ കല്യാണം ഉണ്ടാവുക? നമുക്ക് നോക്കാം. ഇന്ന് വിളിക്കുമല്ലോ, അപ്പൊ നമുക്ക് ആലോചിക്കാം. അപ്പൊ ചേച്ചി ഇങ്ങോട്ട് വരുവേ? അമ്മ എനിക്ക് മതി, ഞാൻ പോയിട്ടോ, ബായ്. അവൾക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവരച്ഛൻ മരിച്ചിട്ട് അവളല്ലേ ഇവളെ കൊണ്ടുവരുന്നത്, സ്കൂൾ കൊണ്ടുപോകാനും. പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവളാണ് ഇവളെ ഫുള്ള് നോക്കിയത്, മാറ്റിയതും. ഒരു ഫ്രണ്ടായിട്ടും ഒരു സിസ്റ്ററായിട്ടും അവളെ ഒപ്പം നിന്നിട്ടുണ്ട്, ഒരമ്മയായിട്ട് നിന്നിട്ടുണ്ടാവും. പിന്നെ സ്നേഹമില്ലാതിരിക്കും അവൾക്ക്. അതന്നെ ചേച്ചി എന്ന് പറയുമ്പോക്കിനുള്ള കെണ്ണത്തുള്ള. എന്തായാലും മരണം വരെ സ്നേഹം നിലനിൽക്കട്ടെ. അതന്നെ.
പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞ് അമ്മക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛമ്മനോട് ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ട് ഇന്ന് വിളിച്ചപ്പോൾ എനിക്ക് ആ പേടി ഉണ്ടായിരുന്നത് അനിത്യവും അമ്മക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അച്ഛമ്മ സമ്മതിക്കുന്നൊരു പേടിയായിരുന്നു. പിന്നെ ഇന്നലെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞ് അച്ഛമ്മ കുഴപ്പമില്ല, അച്ഛമ്മ ഒരുപാട് സംസാരിച്ച്. ഇനി നമ്മളെ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചാൽ മാത്രം മതി. ഞാൻ എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വെച്ചിക്കണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിന്നെ കണ്ടില്ലേ ഫസ്റ്റ് ഓഫീസിൽ നിന്ന്, അന്നേ എനിക്കൊരു ക്രഷ് അടിച്ചതാണ് എന്നെ. ഞാൻ അങ്ങനെ വല്ല ആലോചിച്ചിരുന്ന പിന്നെ അനിയനെ വന്ന് കണ്ട് അനിയൻ ചോദിച്ചു എന്താ കാര്യം. ഞാനാണെങ്കിൽ അതേപോലെയാണ് പറഞ്ഞു കൊടുത്തും ചെയ്തു. പെട്ടെന്ന് ഒന്നും നോക്കാതെ പറഞ്ഞു കൊടുത്തു. അവന് രാവിലെ പോക്കിനൊക്കെ പറഞ്ഞു കൊടുത്തിക്കണം, അമ്മനോട് ഒക്കെ അച്ഛനോടൊക്കെ പറഞ്ഞു കൊടുത്തിക്കണം. അതുകൊണ്ട് എനിക്ക് വല്ലാതെ അവരോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ സെറ്റായെന്ന് മാത്രം പറയേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഒക്കെ ഉണ്ടായിട്ടില്ല. അവർക്ക് സീനൊന്നുമില്ല, എല്ലാത്തിനും സപ്പോർട്ട് വെക്കും എന്റെ വീട്ടുകാര്. അപ്പൊ എന്താ ഒന്നിക്കണ്ടേ? വേണം. ഇനി പോവല്ലേ, കൊറേ നേരം വന്നിരിക്കണ്. പോവാ. പിന്നെ ഒന്നും കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? ഒന്നും. നടക്ക് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലേ. കല്യാണം ഒന്ന് കഴിയട്ടെ, അപ്പൊ ഞാൻ കാണിച്ചുതരാം. അങ്ങനെ ഒരു 2 ഫാമിലി ഫോണിലൂടെ സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ച് അവര് കേരളത്തേക്ക് ഫ്ലൈറ്റ് ഇറങ്ങി. മോളെ എല്ലായിടത്തും അടിച്ചു വാരിട്ടില്ലേ, അവരിപ്പ വരും. അമ്മ ഞാനൊക്കെ ചെയ്തതാ, എനിക്കിത് ചേച്ചിയൊന്ന് കണ്ടാ മതി. ഇതാണ് ഞങ്ങളുടെ സ്വർഗം. ഇതൊക്കെ കണ്ടിട്ട് എത്ര ആയി. അതങ്ങനെ തന്നെ മോളെ, നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോ സ്വർഗത്ത് വന്ന വരെ തോന്നുന്നു. അമ്മ ചേച്ചി വന്നു. ചേച്ചി മോളെ അമ്മു. ചേച്ചിനെ എനിക്ക് എത്ര മിസ് ചെയ്തതറിയോ. എനിക്ക് ചേച്ചി ഇല്ലാതെ പറ്റില്ല ചേച്ചി. ചേച്ചി എങ്ങും പോണ്ട. എനിക്ക് ഒരുപാട് മിസ് ചെയ്തു. അമ്മ കരയില്ലടാ. അമ്മ മോളെ അമ്മ അച്ഛ ഇനി അകത്തോട്ട് വരും എല്ലാവരും. ഇതിനെ എനിക്ക് പറയാൻ പറഞ്ഞു. അവര് ഉള്ള കയറി അകത്ത് കയറി ഇരിക്ക. ഇങ്ങേറെന്നല്ലേ നോക്കുന്ന? അയ്യേ, അവള് കണ്ടു തോന്നുന്നു. ഇങ്ങോട്ടല്ല നോക്കണത്. ചെലപ്പോ വെറുതെ നോക്കിയതായിരുന്നു. എന്നാലും ആ നോട്ടല്ലല്ലോ നോക്കിയത്. ഇവളെന്തോ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി ചെലപ്പോ ഞാൻ നോക്കിട്ട് അവൾക്ക് മനസ്സിലായി കാണൂ. മോളെ ഇനി ഇവിടെ പുറത്തൊക്കെ ഒന്നുകൊണ്ട് കാണിച്ചു കൊടുത്ത അവർക്കൊക്കെ. അമ്മ കാണിച്ചു കൊടുക്കാം. പിന്നെ മക്കളെ നിങ്ങള് 4 ആളും കൂടി പോയിക്കോളെ. ഇക്ക് വയ്യ, ഞാൻ അവിടെ കിടക്കാണ്. ശരി അമ്മ.
എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ തറവാടൊക്കെ. എനിക്കും ഇഷ്ടാ. ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനി പുറത്താണ്. പുറത്തതേ ഒരു പാടൊക്കെ തന്നെ. വേറെ ഇപ്പൊ ഒന്നും അങ്ങോട്ട് പോണോ? ആ പോവാ. ഏതായാലും നല്ല നീ കുളിച്ചിട്ട് പോയാ പോരെ. അവന്റെ ഒരു ഉണക്ക പഴഞ്ചൊല്ല്. പഴല്ല പഴം പഴം പഴം. അതിന്റെ ഏട്ടൻ പഴം എന്ന് പറയാൻ പഠിക്കട്ടാ. പോയിട്ട് എന്നിട്ട് ഇന്ന പഠിപ്പിക്കാൻ വന്നാ മതി. ഞാൻ പഴം തന്നെ പറഞ്ഞ എന്റെ ചെവിന്റെ കുഴപ്പമാണ്. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഓളെ ചെവിക്കാ കുഴപ്പം. ഞാൻ അവരോട് അപ്പഴേ പറയാണ് ചേച്ചി. എപ്പോ ഇങ്ങളെ എപ്പം കിട്ടുന്നേ? ഞാൻ ഇങ്ങളെ പാടാൻ ഞാൻ പോവാ. ഈ ചെന്തടി അമ്മയോട് പറഞ്ഞേ ഒന്ന് തന്നി. ഞാൻ എന്റെ ചേച്ചി ചേച്ചിട്ട് ബഹുമാനല്ലേ. എന്റെ ഓന് എന്റെ എവിടോ കടിച്ചക്കടി ചെന്തി പറഞ്ഞത്. എടാ ആദി ഇവര് മുളക്കായ വലിയ തറയടാ. ഞാൻ വിചാരിച്ചു വന്നപ്പോ കെട്ടിപ്പിടിച്ച് കരയിലൊക്കെ കണ്ടപ്പോ ഇവര് തമ്മില് ഭയങ്കര സ്നേഹമാണ്. ഇവര് ചാവും. ഇതിനെ പിടിച്ചാ പോയിട്ട് രണ്ടും ചാവും. അതെ അതെ ഈ പാടമാക്കാ. എടാ മാറി ഇജോടൊപ്പം ശരിക്കും അടുക്കള ഞാൻ തരാം. അതെ അതിനോടേക്ക് എന്താണിത് രണ്ടോ? എന്റെ മോനോ അമ്മേ. എന്താണ് ചിരിക്കുവാന്റെ മോളടിച്ച് ഞാൻ പത്തിരാക്കി. സോറി ഇനി ചിരിക്കൂല. എന്നെ വെറുതെ ഇട്ടേക്ക്. സോറി ചേച്ചി. ഇന്റെ അടുത്താ തെറ്റ്. ഞാൻ തല്ലുണ്ടാക്കൂല. അല്ലട വല്ല ഇന്റെ അടുത്തടി തെറ്റ്. സോറി. സംഭവം എന്താ? നീ പോവല്ലേ പുറത്തേക്ക്? വരും പോവാ. പോവാ. അമ്മു അല്ല അവര് കപ്പിൾസായി നടന്നോട്ടെ. നമുക്ക് വെറുതെ ഒരു ഇങ്ങനെ നടക്കാലോ. ഒപ്പം എന്തിനാ വെറുതെ സ്വർഗത്തിലെ കട്ടറും പോകുന്നത്? അത് ശരിയാണല്ലോ. അവരൊപ്പം നടന്നോട്ടെ. ഞാനതിനൊപ്പം നടക്കുന്നു. Wow, this place has become very beautiful. I like it. Oh, do you speak English? Yes, don't you understand? I understand. എന്താ അവിടെ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ നടക്കുന്നല്ലോ. ഇതാരാ? അതിന്റെ ഫ്രണ്ടാണ്. പിന്നെ അമ്മു ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അതിന്റെ ആൻസർ ഞാൻ എനിക്ക് അപ്പളേ തന്നേ. ഞാൻ എന്നോട് അപ്പളേ പറഞ്ഞല്ലോ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഇതിന് ആൻസർ തന്നാ മതിയെന്ന്. എടാ ആദർശ, ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിലാക്ക്. എനിക്കെന്നെ ഒരു ബ്രദറായിട്ടും ഫ്രണ്ടായിട്ടും കാണാൻ പറ്റുള്ളൂ. എനിക്കെന്നെ ഒരു ഭർത്താവായി കാണാൻ പറ്റൂല. ഞാൻ ഒന്നും കൂടി വെയിറ്റ് ചെയ്യും എന്റെ ഒരു യൂസിന് വേണ്ടിട്ട്. വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പോണില്ല. നീ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞോ ഞാൻ അത് വെയിറ്റ് ചെയ്യും. നിന്നെ കാണുമ്പോ ഞാൻ ചോദിക്കും, അവള് നിന്നോട് പറഞ്ഞോ അവൾക്ക് താല്പര്യം ഇല്ലാന്ന്? അതിന് നീ ഏതാ? ഞാൻ ആരെങ്കിലും കൈക്കോട്ടെ. ഇനി അവളെ പിന്നാലെ നടത്തുന്നത് ഞാൻ അറിഞ്ഞ അപ്പ കാണാതെ പറയണെങ്കിൽ ഈ ഇവളെ ആരുമല്ല. അമ്മു ഇവനാരാ? എന്റെ ചേച്ചിന്റെ ഹസ്ബൻഡിന്റെ അനിയനാ. ഓഹോ, ആ ഒരു ബന്ധേ ഉള്ളൂ. എന്നിട്ടാണ് നീ ഇവളെ ഭരിക്കാൻ വരുന്നത്? ഒന്ന് പോടാ. ഇവളെ ഞാൻ തമ്മിൽ എന്ത് ബന്ധാന്നു? ഇവളെന്റെ ഏട്ടന്റെ ഭാര്യന്റെ അനിയത്തിയാണ്. അതുപോലെ എന്റെ അനിയത്തി. അങ്ങനെയാവും. അതുകൊണ്ട് മോന് വല്ലാതെ ഭരിക്കാൻ വരില്ലേ. ഇപ്പോ വെറുതെ എന്റെ കൈ ചൂടാക്കണ്ട. ഞാൻ അടങ്ങി നിൽക്കാണ്. പിന്നെ എനിക്കുള്ള അധികാരം പോലും നിനക്കില്ല. അവള് പോയി. ഞാനിപ്പോ പോവാണ്. ഞാനിപ്പോ പോണോണ്ട് ഇപ്പൊ ഞാൻ നിന്നെ പേടിച്ച് പോവാന്ന് ഒരിക്കലും വിചാരിക്കണ്ട്. എനിക്കിപ്പോ ടൈമില്ല അവിടെ നിൽക്കാൻ. അതുകൊണ്ട് മാത്രം നീ ഇപ്പൊ രക്ഷപ്പെട്ടു. മനസ്സിലായി ടൈമില്ലാത്തോണ്ടാ പോണെന്ന്.